മഴ ആഞ്ഞൊന്ന് പെയ്താൽ കൊച്ചി നഗരം വെള്ളത്തിൽ മുങ്ങും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ശരിക്കും അറബിക്കടലിൻ്റെ റാണി എന്നാണ് കൊച്ചി നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്നത്. എന്നാൽ കൊച്ചി പെട്ടെന്ന് അറബിക്കടലാകുന്നു എന്നുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ വരുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയും അതുപോലെ കൊച്ചിൻ കോർപ്പറേഷനുമൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള രീതിയിൽ അടുത്ത ദിവസങ്ങളിലും കാലവർഷം കടുക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ വീണ്ടും വെള്ളക്കെട്ട് ഉണ്ടാകുമോ, സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാകുമോ എന്ന ആശങ്കയിലാണ് കൊച്ചി നഗരം ഇപ്പോൾ ജീവിക്കുന്നത്. എറണാകുളത്തെ വെള്ളക്കെട്ട് എന്ന് പരിഹരിക്കപ്പെടും? അതൊരു ചോദ്യമാണ്, ആർക്കും ഉത്തരമില്ലാത്ത ചോദ്യം. കാരണം എങ്ങനെ പരിഹരിക്കണമെന്ന് ഒരു ധാരണയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇതുവരെയും വന്നു ചേർന്നിട്ടില്ല. കൊച്ചി മെട്രോ, ഹൈക്കോടതി, ഇൻഫോ പാർക്ക്, കിൻഫ്ര, നിരവധി വ്യവസായ സംരംഭങ്ങൾ, ഇങ്ങനെ നീളുന്നു കൊച്ചിയുടെ വളർച്ചാ സൂചിക. പക്ഷേ ഒരൊറ്റ മഴയിൽ ഈ കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങളെല്ലാം വെള്ളത്തിലാകുന്ന കാഴ്ചയ്ക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇത്തവണയും അതിന് മാറ്റമില്ല. കൊച്ചി നഗരസഭാ പരിധിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ മാറി മാറി വന്ന നഗരസഭാ ഭരണസമിതികൾ യഥേഷ്ടം പരിശ്രമിച്ചു. പകുതി പദ്ധതികളും കടലാസിൽ ഒതുങ്ങി. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ആണ് ഒരൽപ്പം ഫലം കണ്ടത്. പക്ഷേ ഇത്തവണ അതും പാളി. ഞങ്ങൾക്ക് ഈ പ്രവർത്തനം പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന ഗൗരവമായ വിമർശനം ഞങ്ങൾക്ക് അറിയാം. കാരണം ഞങ്ങൾ തന്നെ ഇപ്പോൾ കൊച്ചി തന്നെ നമ്മളൊരു മെയ് 15 മുമ്പ് തീർക്കണം എന്ന് ധരിച്ചത്. പക്ഷെ അത് തീർന്നില്ല. തൃക്കാക്കര, കളമശ്ശേരി നഗരസഭകളിലും സ്ഥിതി വ്യത്യസ്തമല്ല. 400-ലധികം വീടുകളാണ് വെള്ളത്തിലായത്. അപ്പോഴും വീഴ്ച അംഗീകരിക്കാൻ കളമശ്ശേരി ചെയർപേഴ്സൺ തയ്യാറല്ല. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമായി നടന്നെന്നാണ് വിശദീകരണം. തോടുകളെല്ലാം എന്തായാലും ഞങ്ങൾ ഇവിടെ ഞാൻ 1 മാസം മുമ്പ് ആദ്യം ക്ലീനിങ് നടത്തിയതാണ്. പിന്നെ വീണ്ടും രണ്ടാമതൊന്നുകൂടി ക്ലീൻ ചെയ്തതാണ്. കളമശ്ശേരി നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണം കൂടുതൽ നന്നായതുകൊണ്ടാകാം ഈ കാഴ്ചകളൊക്കെ. കടപ്പള്ളി തോട് കഴിയാവുന്നിടത്തോളം ക്ലിയർ ആക്കാനുള്ള പദ്ധതി 2 ദിവസം കൊണ്ട് ചെയ്യണമെന്ന് കണ്ടിട്ടുണ്ട്. ബാക്കി മുനിസിപ്പാലിറ്റി അവരുടെ കാനകളെല്ലാം ആളുകൾ പറയുന്നത് അത് ഇത് മാറ്റി ക്ലീൻ ചെയ്യുന്നില്ല എന്ന ഒരു പ്രശ്നം പറയുന്നുണ്ട്. അത് മുനിസിപ്പൽ സെക്രട്ടറിയും ചെയർപേഴ്സണും മറ്റു കൗൺസിലർമാരും ഉണ്ടായിരുന്നു. അവരും 2 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് ക്ലീനിങ് നടത്തും. പിന്നെ എവിടെയൊക്കെ അനധികൃതമായ നിർമ്മാണങ്ങളോ മറ്റു രീതിയുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി കർക്കശമായ മുഖം നോക്കാതെയുള്ള നടപടി സ്വീകരിക്കണം. സർക്കാരിനെയും ജനപ്രതിനിധികളെയും മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓടയിലും കാനയിലുമെല്ലാം കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ തനിയെ വന്നടിഞ്ഞതല്ല. ഏതൊക്കെയോ കാലത്ത് ഏതൊക്കെയോ സമയത്ത് ആരും ചോദിച്ചു വരില്ലെന്ന ഉറപ്പിൽ നമ്മൾ തന്നെ വലിച്ചെറിഞ്ഞതാണ്. ജനങ്ങളുടെ പൂർണ്ണ സഹകരണമില്ലാതെ എറണാകുളത്തെ വെള്ളക്കെട്ടിൽ നിന്ന് രക്ഷിക്കാനാകില്ല. വെള്ളക്കെട്ട് പരിഹരിക്കാൻ കോടികൾ മുടക്കി പുതിയ പദ്ധതികൾ തയ്യാറാക്കണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ മഴയ്ക്ക് മുമ്പ് മിനിമം തോടുകളെങ്കിലും വൃത്തിയാക്കാനുള്ള മര്യാദ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാണിക്കണം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.